എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടാരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടാരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നത്? ദേ വരുന്നത്. എടോ രാജശേഖര, എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? കണി കണ്ടത്. എന്റെ ദൈവമേ, ഏറ്റു പാരാവുന്ന ലക്ഷണം. ആര് കൂട്ടിയിട്ടത്? അയ്യോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്ന് അങ്ങോട്ട് വന്നാൽ ഒരു സ്മോളും അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്തമാനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ ഇപ്പഴോ? ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവക്ക്. ദേവതയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ. 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടിയല്ലേ ആ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖര, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ എന്റെ കർത്താവേ. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യമാണ്. എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ. അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി ആ കുന്ത്രാണ്ട് എടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാൻ തടിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളെങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവള് ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പിടയ്ക്കാറില്ല. ഇല്ലാന്നോ തോന്നണേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ, ഒറ്റപ്പിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയാതെ ഇന്നലത്തെ മാതിരി തന്നെ. ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്കി.
ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം, ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അയ്യോ, നോക്ക് നോക്ക് നോക്ക്. അല്ല, രേവതിക്കുട്ടിക്ക് ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറുണ്ടിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് അത് ചോറിനാ. ഇപ്പൊ അയ്യോ, ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിക്കോ നോയിക്കോ നോയിക്കോ. ഡി, ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. ഇത് കണ്ടിട്ട് ചോറിനോളാം. ഇത് കണ്ടിട്ട് ഞാൻ ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ആ, ഓ, ആ, ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് 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 നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ ഇത്? അല്ല, അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റൂടെ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് 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 ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ? ടോമും ജെറിയും കൈ കഴിവില്ല. കൈ കഴിവൂലേ? ഇല്ല. ഇല്ലേ? ഇല്ലല്ലേ? ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം 2. വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. 2. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എനിക്ക് വയ്യ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, ആരുമില്ലേ? ഈ പെരുമ്പാമ്പിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കിടന്ന കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാവരും ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്, ഓടേട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെ കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. അയ്യോ, ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് സടിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. ആ, അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നൂത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്, എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 എണ്ണം പൂശും. അറിയോ? എനിക്ക് എന്റെ ഭാര്യ തന്റെ ഭാര്യ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തലയിലാണ്. മേനെ ഇനി നിങ്ങൾ നിർത്തിയില്ല എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടുത്ത് കൊല്ലേ. ഇയാൾ എന്ത് ഡീസന്റ് മേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ല, എടുത്തോണ്ട് വേടാ വിലക്ക. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര, ഇയാൾ ನನ್ನ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും രേവതിയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ, അമ്മാവനെ തല്ലടാ, തല്ലടാ. അല്ല, അവൻ തല്ലട്ട് മരുമാനല്ലേ? അവൻ എന്റെ മരുമാനല്ലേ? തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉറക്ക് പോയി. ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല.
ഒരൊറ്റ റൗണ്ട് നോക്കിയല്ലേ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ മതി. രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവ തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് റൗണ്ട്. കളിക്കാനോ? ഡോക്ടറുണ്ടല്ലോ, നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ചെയ്യാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്ക് നോക്കാം. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാമോ? 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ദേ ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്.